2010 കിഡ്നി മാറ്റിവെച്ച ഒരാളാണ് ഞാൻ. വൈഫാണ് എനിക്ക് കിഡ്നി സ്പോൺസർ ചെയ്തിരിക്കുന്നത്. അതിനോടനുബന്ധിച്ച് ഒരു 10-20,000 രൂപ ഒരു മാസം മരുന്നിന് മാത്രം, മെഡിസിൻ വേണ്ടി മാത്രം എനിക്ക് ആവശ്യമായിരുന്നു. അതേ തുടർന്നാണ് ഞങ്ങൾ വേറെ പുറത്ത് ജോലിക്കൊന്നും പോകാൻ പറ്റാത്തൊരവസ്ഥയിൽ ക്ഷീര മേഖലയിലേക്ക് തിരിഞ്ഞത്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇടുക്കിയിലെ മുള്ളരിക്കുടി ഗ്രാമത്തിലാണ്. മുള്ളരിക്കുടി ഗ്രാമത്തിലെ വളരെ സവിശേഷമായി തന്റെ കാലിവളത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു മാതൃക കർഷക കുടുംബത്തെയാണ് പരിചയപ്പെടുത്തുന്നത്. ശ്രീ സുരേഷ് തുണ്ടിയിൽ, അതോടൊപ്പം തന്നെ ശ്രീമതി അജിത. ഇന്ന് നമ്മുടെ കൂടെ ഡോക്ടർ തോമസ് മണവാളൻ, അതോടൊപ്പം തന്നെ മുനിയറ വെറ്റിനറി ഹോസ്പിറ്റലിലെ ജീവനക്കാരായിട്ടുള്ള രമ്യ, സുഗത എന്നിവരും നമ്മോടൊപ്പം ഉണ്ട്. എല്ലാവർക്കും നമസ്കാരം. ഡോക്ടർ, ഈ ഒരു കാലഘട്ടത്തില് കാലിവളത്തിൽ നിന്ന് ആളുകൾ പിന്നോക്കം പോകുമ്പോൾ ശ്രീ സുരേഷ് എങ്ങനെ പോകുന്നു? കാർഷിക പ്രതിസന്ധി നിറഞ്ഞ ഈ കാലഘട്ടത്തില് ഞാൻ ഈ പഞ്ചായത്തിൽ ജോലിക്ക് വരുമ്പോൾ സുരേഷ് 4-5 പശുവൊക്കെ ആയിട്ട് ഈ പ്രതിസന്ധിയുള്ള കാലഘട്ടത്തിൽ പോലും 10-13 പശുക്കളെയൊക്കെ വളർത്തുന്ന ഇവര് രണ്ടുപേരും, ഭാര്യയും ഭർത്താവും ഒരുമിച്ച് നിന്നുകൊണ്ട് ഒരു നല്ല യൂണിറ്റ് ഓടിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് നമുക്ക് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പല സപ്പോർട്ടുകളും കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. എന്നിരുന്നാലും ഒരു നല്ലൊരു സ്കീം വരുവാണെങ്കിൽ സുരേഷിന് കിട്ടണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ സുരേഷും വൈഫും വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഈ ഫീൽഡിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് അങ്ങ് പറഞ്ഞ പോലെ തന്നെ കാലിവളത്തിൽ ഒരുപാട് പ്രതിസന്ധി നിറഞ്ഞ ഒരു കാലഘട്ടത്തിലാണ് സുരേഷും കുടുംബവും ഇടുക്കി ജില്ലയിലെ മുള്ളരിക്കുടി ഗ്രാമത്തില് ഇത്തരം ഒരു സംരംഭം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ക്ഷീരവികസന വകുപ്പിന്റെ, അതോടൊപ്പം തന്നെ വെറ്റിനറി ഹോസ്പിറ്റലിന്റെ ഒക്കെ നല്ല സപ്പോർട്ട് ഇപ്പൊ ഉണ്ടല്ലേ? അതെ അതെ. നമസ്കാരം സുരേഷ്. നമസ്കാരം സാറേ. എന്തൊക്കെയാണ് ഈ രംഗത്തേക്ക് കടന്നു വരേണ്ട ഒരു സാഹചര്യം? സാമ്പത്തിക പ്രതിസന്ധി തന്നെയായിരുന്നു ആദ്യം. ശരി, ഞാൻ പറഞ്ഞ 2010 കിഡ്നി മാറ്റിവെച്ച ഒരാളാണ് ഞാൻ. വൈഫാണ് എനിക്ക് കിഡ്നി സ്പോൺസർ ചെയ്തിരിക്കുന്നത്. അതിനോട് എത്ര പശുക്കളെ ആണ് നമ്മൾ തുടങ്ങി വെച്ചത്? എത്ര പശുക്കളായിരുന്നു ആദ്യം? ഏകദേശം 1 പശുവിലാണ് തുടങ്ങിയത്. ഇപ്പൊ നമ്മുടെ തൊഴുത്തിൽ എത്ര പശുക്കളുണ്ട്? ഏകദേശം 13 പശുക്കളുണ്ട്. 13 പശുക്കൾ. 1 പശുവിൽ തുടങ്ങി 13 പശുക്കൾ നിൽക്കുന്നു. അപ്പൊ പടിപടിയായിട്ട് നമ്മള് പശുക്കളുടെ എണ്ണം വർദ്ധിപ്പിക്കുകയായിരുന്നു. അതെ അതെ അതെ. അപ്പൊ ഒരു തൊഴുത്തിൽ നിന്ന് 3 തൊഴുത്തിലേക്ക് ഇപ്പൊ നമ്മൾ മാറിയിട്ടുണ്ട് അല്ലേ? ഒരു തൊഴുത്താണ് ആദ്യം ഉണ്ടായിരുന്നത്, ഇപ്പൊ 3 തൊഴുത്തിലേക്ക് മാറി 13 പശുക്കളെ പരിപാലിക്കുന്നു. ഏതിനം പശുക്കളാണ് സുരേഷ്? HF ജേഴ്സി. എന്താ ഈ രംഗത്തേക്ക് കടന്നു വന്നപ്പോ എന്തെല്ലാം തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായി, എന്തെല്ലാം തരത്തിലുള്ള പ്രതീക്ഷയുണ്ടായി? ആദ്യം ശരിക്കും അസുഖങ്ങൾ ഒരു മെയിൻ ഘടകം തന്നെയാണ്. അസുഖങ്ങൾ, പശുവിനുണ്ടാകുന്ന അസുഖങ്ങൾ. പിന്നെ ഈ തോമസ് സാറിന്റെ ഗ്രൂപ്പിലും അത് പല ഡോക്ടർമേഴ്സും വളരെ ആത്മാർത്ഥമായിട്ട് നമ്മളോട് സഹകരിക്കുന്നുണ്ട്. മരുന്നുകൾ, കിട്ടുന്ന മരുന്നുകൾ ഫ്രീ ആയിട്ട് തരാനും വെറ്റിനറി ഹോസ്പിറ്റലുകളിൽ നിന്ന് അവർക്ക് പറ്റുന്ന രീതിയിലുള്ള ഈ എല്ലാ സഹായവും എപ്പം വിളിച്ചാലും വരാനും അവർ സഹായം ആകുന്നുണ്ട്. അതുപോലെ തന്നെ കാലിത്തീറ്റയുടെ വില, അതാണ് ശരിക്കും നമ്മളെ ഭയങ്കരമായിട്ട് ബാധിച്ചിരിക്കുന്നത്. 1500 രൂപയാണ് അതിലാണ് ഒരു ചാക്ക് കാലിത്തീറ്റയ്ക്ക്. അത് നമ്മളെ ഒരു രീതിയിലും ഈ മേഖലയെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ സാധിക്കുന്ന രീതിയിലല്ല കാര്യങ്ങൾ. ഏത് തരത്തിലുള്ള പശുക്കളായത്? HF അഥവാ ഹോസ്റ്റൽ ഫ്രീസൺ, പിന്നെ ജേഴ്സി, അതാണ് മെയിൻ ആയിട്ട് ഉള്ളത്. പാലുൽപ്പന്നത്തില് ഹോസ്റ്റൽ HF തന്നെയാണ് പദ്ധതിയില്. പക്ഷെ രോഗം പെട്ടെന്ന് കൂടുതലുള്ളതും പിടിക്കുന്നതും പ്രതിരോധശേഷി കുറവാണ് HF-ന്. അപ്പൊ HF-ഉം ജേഴ്സിയും ഉണ്ടല്ലേ? ജേഴ്സി ഉണ്ട്. ഇത് എത്ര പ്രായമായിട്ടുള്ള പശുക്കളാണ്? ഒന്നാം കന്നി പേരുണ്ട്, 2-3 പേരുകൾ എടുത്തതുണ്ട്. നമുക്ക് എത്ര ലിറ്റർ പാല് ഒരു പീക്ക് ടൈമിൽ ഉത്പാദിപ്പിക്കാൻ പറ്റും? ഏകദേശം ഒരു 65-70, 90-75 ഇടയ്ക്ക്. എവിടെയാ പാല് കൊടുക്കുന്നത്? മുള്ളരിക്കുടി ക്ഷീരോത്പാദക സഹകരണ സംഘം, മുള്ളരിക്കുടി മിൽമ. അല്ലേ? അപ്പൊ അവിടെ ഞാൻ പെരിഞ്ഞാങ്കുടിയിലാണ് താമസിക്കുന്നത്. മുള്ളരിക്കുടിയിലാണ് പാൽ അളക്കുന്നത്. അവരുടെ മുള്ളരിക്കുടി സംഘത്തിൽ ഏറ്റവും കൂടുതൽ പാൽ അളക്കുന്ന സുരേഷ് ആയിരിക്കും അല്ലേ? ഇപ്പൊ നിലവില് ഞാനാണ്. അതിനു മുമ്പ് ജോയി പി എന്ന് പറഞ്ഞ സംഘം പ്രസിഡന്റ് ആയിരുന്നു ഒന്നുകൊണ്ടില്ല. അപ്പോ കാർഷിക രംഗത്ത് എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ? ഇപ്പൊ കാലിത്തീറ്റയുടെ വില വർധനവ് ഒരു ബുദ്ധിമുട്ടായിട്ട് പറഞ്ഞു. മുമ്പൊക്കെ എന്ന് വെച്ചാൽ നമുക്ക് ഡോക്ടർമാരുടെ സേവനം ലഭിക്കാതിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു അല്ലേ? ഇപ്പോ ആ സേവനം ലഭിക്കുന്നുണ്ട്. ഡോക്ടർ തോമസ് മണവാളുടെ നേതൃത്വത്തില് ഡോക്ടറും ജീവനക്കാരും എല്ലാം എന്തെല്ലാം നമുക്ക് ഉണ്ടാകുന്ന പശുക്കൾക്ക് ഉണ്ടാകുന്ന ഒന്നാമത് അകിടുവീക്കം എന്ന് പറഞ്ഞ സംഭവമാണ്. പെറ്റ് ഉടനെ തന്നെ അകിടുവീക്കം എന്ന് പറഞ്ഞ സംഭവമാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത്. അതിന് പ്രോപ്പറായിട്ട് മരുന്ന് ഇല്ലെന്നാണ് സാർ പറയുന്നത്. പ്രോപ്പറായിട്ട് മരുന്ന് നമുക്ക് ഇപ്പൊ ആന്റിബയോട്ടിക് കൊടുത്താണ് നിർത്തുന്നത്. പിന്നീട് കുളമ്പ് അടി തേയ്മാനം ഉണ്ടാകുന്ന ഒരു സംഭവം. കുളമ്പ് രോഗമല്ല, കുളമ്പ് തേഞ്ഞു പോവുകയാണ്. പിന്നെ സ്കിൻ ഡിസീസ് ചെറിയ രീതിയിൽ അങ്ങനെ
ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. ഇവിടെ പച്ചപ്പുല്ല് ഇങ്ങനെ കിടക്കുന്നുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ കൃത്രിമമായിട്ടുള്ള തീറ്റകളെയൊക്കെ കർഷകർ ആശ്രയിക്കുമ്പോൾ വളരെ സമൃദ്ധമായിട്ട് തന്നെ പച്ചപ്പുല്ല് ശേഖരിച്ചുകൊണ്ട് വന്നാണ് പശുക്കൾക്ക് കൊടുക്കുന്നത്. എവിടെ നിന്നാ പുല്ല് പുല്ല് പല സ്ഥലത്തും നമ്മൾ പാട്ടത്തിന് എടുത്തിട്ടുണ്ട്. ചാണകം അല്ലെങ്കിൽ പൈസ കൊടുത്തിട്ട് പ്രതിഫലമായിട്ട് കൊടുത്തോണ്ട്. പുൽകൃഷി ഉണ്ടോ? പുൽകൃഷി ഉണ്ട് നമുക്ക്. അത് ശരി. ഇതെന്താ സംവിധാനം? ഇതാണ് നമ്മള് മിൽക്ക് ഈൽഡ് ചെയ്യുന്ന മിൽക്ക് കറക്കാൻ കറവ മെഷീനാണിത്. ഓ ശരി, കറവ മെഷീൻ. അപ്പൊ മെഷീന്റെ സഹായത്തോടു കൂടിയാണ് കറക്കുക? അതെ അതെ അതെ, മെഷീന്റെ സഹായത്തോടെയാണ്. അത് ശരി, കറവ മെഷീൻ സഹായത്തോടെ. ഓ, അതിനുള്ള യന്ത്ര സംവിധാനങ്ങൾ. അതെ അതെ അതെ. ഇത് എത്ര പശുക്കളായപ്പോഴാണ് ഈ സംവിധാനമൊക്കെ ഉണ്ടാക്കിയത്? ഒരു 5, 6, 7 പശുവൊക്കെ ആയപ്പോഴത്തേനും. നമുക്ക് എത്ര സമയം വേണ്ടി? ഇപ്പൊ കറക്കുന്ന എത്ര പശുക്കളുണ്ട്? ഇപ്പോ 7 പശുക്കൾ കറക്കുന്നുണ്ട്. എന്തോരം സമയം കൊണ്ട് തന്നെ നമുക്ക്? ഒരു 7 മിനിറ്റ് താഴെ. 7 മിനിറ്റ് താഴെ. അല്ല, ഒരു പശുവിനെ കറക്കാം. ഒരു പശു 7 മിനിറ്റ് താഴെ. അപ്പൊ രാവിലെ എത്ര മണിക്ക് തുടങ്ങണം? രാവിലെ 5 മണി ആകുമ്പോൾ തുടങ്ങണം. 5 മണിയാകുമ്പോൾ തുടങ്ങിയാൽ ഒരു 9 മണി ആകുമ്പോഴേ നമ്മുടെ പരിപാടികൾ തീരുള്ളൂ. ഇടയ്ക്ക് കുറച്ച് ഗ്യാപ്പ് കിട്ടും. എന്നാൽ പോലും ഒരു 9 മണിക്കുള്ളിൽ നമ്മുടെ ഇപ്പൊ ഇത്രയും പശുക്കളെ നമുക്ക് എന്നെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഞങ്ങൾ വേറെ പുറത്തുനിന്ന് ആൾക്കാരെ പണിക്ക് കൂടി മുതലാകില്ല. അത് കാരണമാണ് ഞാനും വൈഫും കൂടെ തന്നെയാണ് അത്യാവശ്യ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതാണ്, നിങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് നല്ല പരിശ്രമമുണ്ട് ഇതിന്റെ പിന്നിൽ. ഇനിയും പശുക്കളുടെ എണ്ണം വർദ്ധിപ്പിച്ചാൽ കൂടുതൽ പരിശ്രമം നമുക്ക് ചെയ്യാൻ പറ്റുമോ? പറ്റും. അതൊരു ആത്മവിശ്വാസമാണ്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും എത്ര പശുക്കൾ വരെ നമുക്ക് പരിപാലിക്കാൻ പറ്റും? അപ്പൊ അതിന്റെ സപ്പോർട്ടെല്ലാം നമുക്ക് മൃഗസംരക്ഷണ വകുപ്പിൽ നിന്ന് കിട്ടും എന്നുള്ളത് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ എല്ലാ പശുക്കൾക്കും നമ്മള് പേരിട്ടാണ് വിളിക്കുന്നത്. സിംഗപ്പണ്ണെന്ന് വരെ പേരുള്ള പശുക്കൾ വരെ ഉണ്ട്. അപ്പൊ വ്യത്യസ്തമായ പേരുകൾ ഓരോ ഏരിയയിൽ നിന്ന് കൊണ്ടുമ്പോ പുതിയ പറഞ്ഞ മേടിച്ചാൽ നങ്കിയമ്മ ഒരു പശുവിന്റെ പേരാണ് ശരിക്കും പറഞ്ഞ. അതുപോലെ പേരുകൾക്കെല്ലാം സാറ് ചിന്ന പശുവിനാണോ എന്ന് ചോദിച്ചോണ്ടാണ് നമ്മൾ എന്തെങ്കിലും പറഞ്ഞ അല്ലെങ്കിൽ ഇന്ന ഡിസീസ് ഉണ്ടായി കഴിഞ്ഞാൽ സാറിനെ വിളിച്ചു വരുമ്പോൾ 13 പശുക്കളിൽ ഒരാളുടെ പേരെ പറഞ്ഞിട്ടുള്ളൂ. ബാക്കിയുള്ള പേരുകൾ സിംഗപ്പെണ്ണ്, കൊമ്പില്ലാത്ത പശുവിന് മുട്ടേച്ചി എന്ന് വിളിക്കുന്നത്. മുട്ടേച്ചി അങ്ങനെ ഒരാളുടെ പേര് കാരി. പിന്നെ ഒരാള് ഒരാളുടെ പേര് കുഞ്ഞിപ്പെണ്ണ്. അത് ശരി, അത് ശരി, അത് ശരി. അങ്ങനെ പല പേരുകൾ കൂട്ടിയാണ് വിളിക്കുന്നത്. അപ്പൊ ഈ പുല്ല് എത്താനൊക്കെ നിങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ പോകും. പിന്നെ എന്തൊക്കെയാ നമ്മൾ ഈ വേനൽക്കാലത്താണല്ലോ ഏറ്റവും കൂടുതൽ? അതെ 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 അതെ. നമ്മളിപ്പോ വേനൽക്കാലത്ത് സബ്സിഡി രീതിയിൽ മിൽമയുന്ന കാലത്തീറ്റ ഒരു ക്ഷീരോത്പാദന സഹകരണ സംഘത്തിൽ നിന്ന് ഇറക്കി തരും. എന്നാലും ഒരു 250 രൂപ മേളിൽ ആകും. 300 രൂപ അടുത്ത് ആകും ഒരു വീട്ട് കച്ചി. എത്ര മണിക്ക് വൈകിട്ട് നമ്മുടെ ജോലികളൊക്കെ ഈ തൊഴുത്തുമായിട്ട് ബന്ധപ്പെട്ട ജോലികൾ തീരുമ്പോ ഒരു 6-7 മണിയൊക്കെ ആവും. അപ്പൊ ഇത് സംരംഭം തുടങ്ങിയിട്ട് പശു വളർത്തൽ ആരംഭിച്ചിട്ട് ഏകദേശം ഒരു 12 വർഷമെങ്കിലും ആയി. 12 വർഷമായി. അതാ ഞാൻ സാറിനോട് നേരത്തെ പറഞ്ഞായിരുന്നു, കിഡ്നി മാറ്റി തളരുവന്നിട്ടാണ് ഞങ്ങള് ശരിക്കും ഒരു പശുവിലാണ് തുടങ്ങിയത്. അപ്പൊ എന്തായാലും ജീവിതത്തിൽ നമുക്ക് പരാജയപ്പെടേണ്ടതില്ല. ജീവിതത്തിൽ ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് ആത്മവിശ്വാസം തന്നെയാണ് സാറേ എന്റെ മുഖമുദ്ര ശരിക്കും പറഞ്ഞാൽ. അത് പിന്നെ എന്നോട് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് പുറത്തൊരു ചെരുപ്പ് അകത്തൊരു ചെരുപ്പ് ഓപ്പറേഷന് ശേഷം അങ്ങനെ പറഞ്ഞാണ് എന്നെ ഹോസ്പിറ്റലിൽ നിന്ന് വിട്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ പറ്റില്ലാത്തൊരവസ്ഥയിലാണ് ഞങ്ങള് ഈ പരിപാടി തുടങ്ങുന്നത്. പുള്ളിക്കാരത്തിയാണ് എനിക്ക് കിഡ്നി തന്നത്. അപ്പൊ ഇതൊരു കഥ കൂടിയിട്ടാണ്, ഒരു സ്നേഹത്തിന്റെ സമർപ്പണത്തിന്റെ പങ്കുവെക്കലിന്റെ ഒരു വലിയ കഥ കൂടിയിട്ടാണ്. അതെ അതെ അതെ. പുള്ളിക്കാരത്തി തന്നെയാണ് ആദ്യം തുടങ്ങുന്നത്. ഞാൻ ഇതിന്റെ ഒരു പുള്ളിക്കാരത്തി ഓക്ക് കൊടുക്കാനൊക്കെ തുടങ്ങുകയും എല്ലാ പണികളും. പിന്നീടാണ് ഞാൻ വന്ന ചാണകോരി എല്ലാ പരിപാടികളും ആരംഭിക്കുന്നത്. എന്തായാലും ഒരുപാട് സന്തോഷം. ഈ മാതൃകാ കർഷക കുടുംബത്തിന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ കർഷകരിലേക്ക് എത്തട്ടെ. പല ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് മുനിയറ വെറ്റിനറി ഹോസ്പിറ്റലിലെ ഡോക്ടർ തോമസ് വണവാളിനും അതോടൊപ്പം തന്നെ ജീവനക്കാരായിട്ടുള്ള രമ്യയും സുഗതയും ഒക്കെ ഇവിടെ എത്തിയെന്നുള്ളതും വലിയൊരു സന്തോഷകരമായ കാര്യമാണ്. കാരണം ഇങ്ങനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് കാർഷിക രംഗത്ത് വിജയഗാഥകൾ ഉണ്ടാക്കാനായിട്ട് കഴിയുള്ളൂ. ഒരുപാട് സന്തോഷം.